എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രോഹിണി നക്ഷത്രക്കാരുടെ കഴിവുകൾ പറഞ്ഞാലും തീരത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നക്ഷത്രത്തിൽ സൗഭാഗ്യങ്ങൾ കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. പിന്നെ ചില രോഹിണി നക്ഷത്രക്കാർ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഈ ഏറ്റവും മോശമായ നക്ഷത്രം ഈ ലോകത്ത് വേറെ ഇല്ലെന്ന്. അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ പരിഹാരം ചെയ്യാതെ വേണ്ടത്ര ജാതകത്തിലെ സൗഭാഗ്യങ്ങൾ ലഭിക്കത്തില്ല. നമ്മൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ഗ്രഹനില പ്രകാരമാണ് ആ വ്യക്തിയുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഏത് ഗ്രഹമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷം ചെയ്യുന്നത്, ആ ഗ്രഹത്തിന് വേണ്ടി തന്നെ നമ്മൾ പരിഹാരം ചെയ്യണം. ഒരു ഉദാഹരണത്തിന് അഷ്ടമത്തിൽ കേതു നിൽക്കുമെന്ന് വിചാരിക്കട്ടെ. അപ്പം അഷ്ടമത്തിൽ കേതു നിന്നാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടും, അല്ലേ? അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കും, അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരു ശരീരത്തിന് സുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും അഷ്ടമത്തിൽ കേതു വന്നാൽ. അപ്പം അതിനായിട്ടുള്ള പരിഹാരം ചെയ്യാതെ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അപ്പോൾ പറഞ്ഞു വന്നത് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാരുടെ കഴിവുകൾ വെച്ച് ഏറ്റവും വലിയൊരു കഴിവാണ് ചിരിച്ചുകൊണ്ട് വശത്താക്കുക, അല്ലേ? ചിരിച്ചുകൊണ്ട്. അതായത് രോഹിണി നക്ഷത്രക്കാരുടെ അടുത്ത് നമ്മൾ ചെന്ന് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ശരിയായുള്ള ഒരു കാര്യമാണ്, അതായത് ശരിയായിട്ടുള്ള ഒരു കാര്യം അവർ അത് കള്ളമാണെന്ന് പറഞ്ഞ് നമ്മളെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും. നടന്ന കാര്യം പറയുമ്പോൾ അതങ്ങനൊന്നും അല്ല, എന്നിട്ട് അവരൊരു കള്ളച്ചിരിക്കും നമ്മൾ ശരിയാണ്. അപ്പോൾ ആ ചിരിയിൽ നമ്മൾ മയങ്ങി വീഴും, അല്ലേ? നമ്മൾ ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു രോഹിണി നക്ഷത്രക്കാർ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അപ്പോൾ അവൻ ചിലപ്പോൾ കുറച്ച് പൈസ തരാനുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും, എടാ എനിക്ക് പൈസ തരണം. അപ്പം 3-4 തവണ അവൻ തന്നില്ല പൈസ. അപ്പോൾ വീണ്ടും നമ്മൾ രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ പൈസ ചോദിക്കും, എടാ എൻ്റെ ഇന്ന് പൈസ ഇല്ലടാ, ഞാൻ നാളെ തരാം. അപ്പോൾ ആ ചിരിയിൽ നമ്മൾ ഇങ്ങനെ ബാക്കിയുള്ള നക്ഷത്രക്കാർ ഇങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റുന്ന ആ പൈസ ചോദിക്കുന്ന വ്യക്തികൾ, അതായത് അവരുടെ ചിരിയിൽ എന്നാൽ ശരി, തിരിച്ച് ഒരു മറുവാക്ക് പോലും പറയാതെ അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം കാലിയാക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഉള്ള ഒരു കഴിവാണ്. അവർ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്താലും ആ ഒരു ചിരിയിൽ ബാക്കിയുള്ള ശത്രുക്കൾ ഇണങ്ങി നിൽക്കും. അതിന് യാതൊരു സംശയമില്ല. എനിക്ക് ഒത്തിരി രോഹിണി നക്ഷത്രക്കാരുള്ള കൂട്ടുകാരുകളൊക്കെ ഉണ്ട്. അവരൊക്കെ മിക്ക ആൾക്കാരും കടം മേടിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ആഴ്ചയിൽ പിരിവുകാർ വരും, ഇന്നില്ല ചേട്ടാ ഞാൻ നാളെ തരാം, ചിരിച്ചോണ്ട് വരും. അപ്പോൾ ശരി. പക്ഷെ അവരോട് മറിച്ചൊന്നും ബാക്കിയുള്ള നക്ഷത്രക്കാർ ആ ചിരി കാണുമ്പോൾ ഒന്നും പറയത്തില്ല. ഒരു ഉദാഹരണത്തിന് നമുക്ക് ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാല ഓർമ്മ വരികയാണെങ്കിൽ കൃഷ്ണൻ ഒത്തിരി കുസൃതികൾ കാണിച്ചാണ്, അല്ലേ? അപ്പോൾ യശോദ ശ്രീകൃഷ്ണൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് മതി, കാരണം ഭഗവാന്റെ ചിരി കാണുമ്പോഴത്തേക്ക് എല്ലാം അവിടെ മറന്നു പോകും. അപ്പോൾ അതേപോലെ തന്നെയാണ് രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള ആൾക്കാരുടെ ചിരിയിൽ നമ്മൾ തീർച്ചയായിട്ടും വീണ് പോകും. അത് അവർക്ക് ഉള്ള ഒരു വശ്യമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അവർക്ക് എന്താ പറയുക, അവരുടെ ജീവിതമാർഗം ഒന്നും കൂടെ മെച്ചപ്പെടും, സാമ്പത്തിക വർദ്ധിക്കുകയും ചെയ്യും. കുട്ടികൾ നല്ല നിലയിലായിരിക്കും. അതായത് 2 രോഹിണി നക്ഷത്രക്കാർ ഒരേപോലെ വിവാഹം ചെയ്യുകയാണ്, സ്ത്രീയും പുരുഷനും കൂടെ വിവാഹം ചെയ്ത് ഒരേപോലെ വിവാഹം നടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടികൾ നല്ല നിലയിലായിരിക്കും. അവർ സമ്പത്തിൻ്റെ ഉയർന്ന നിലയിൽ തന്നെ എത്തും. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും ആ ഒരു നക്ഷത്രക്കാർക്ക്, രോഹിണി നക്ഷത്രക്കാർക്ക്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ കഴിവിൽ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള കഴിവാണ് അവരുടെ ആ ഒരു ചിരി. അതായത് ആരെയും അയക്കാനുള്ള ഒരു കള്ളച്ചിരിയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അവരുടെ കണ്ണുകൾക്ക് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെയാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ചിരിയുണ്ട്. ആ ചിരിയിൽ നമ്മൾ ആരും വീണ് പോകരുത്. അത് ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ അവർക്ക് കൊടുത്തേക്കുന്ന ഒരു വളരെപ്പെട്ട ഒരു വശ്യമാണ് ചിരി. ചിരിച്ചുകൊണ്ട് കടുത്തിറക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിരിച്ചുകൊണ്ട് വർത്താനം പറയുക. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ വർത്താനം, എൻ്റെ നക്ഷത്രം രോഹിണിയല്ല. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ തടസ്സപ്പെടുത്തി വരും, യാതൊരു സംശയമില്ല, രോഹിണി നക്ഷത്രക്കാർ. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സ്വഭാവ രീതികൾ ശ്രദ്ധിക്കുക. ചിരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ തട്ടിക്കൂട്ടുന്നത്. ഒപ്പം തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിനെയും അതുപോലെ തന്നെ ചന്ദ്രഭഗവാനെയും പ്രീതിപ്പെടുത്തുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. ശത്രുദോഷങ്ങൾ, അവർക്ക് വരുന്ന കർമ്മത്തിലുള്ള തടസ്സങ്ങൾ, മറ്റുള്ള ദോഷങ്ങളൊക്കെ രോഹിണി നക്ഷത്രക്കാർക്ക് മാറിപ്പോകുന്നതാണ്. ഒപ്പം തന്നെ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമായിട്ട് ചന്ദ്രഭഗവാന് ആഴ്ചയിൽ
അതായത് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർ ഇവരിലേക്ക് വശ്യപ്പെട്ടു വരികയും ഒപ്പം തന്നെ സമ്പത്തിനുള്ള തടസ്സങ്ങൾ നല്ല അവർ ഉദ്ദേശിക്കുന്ന നല്ല ജോലിക്കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചന്ദ്രഭഗവാന് ആഴ്ചയിൽ കരിക്ക് കൊണ്ടുള്ള അഭിഷേകം, അതായത് ചന്ദ്രൻ്റെ ഭാര്യ രോഹിണിയാണല്ലോ, ചന്ദ്രന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും രോഹിണിയെ തന്നെയാണ്. അപ്പോൾ ആ രോഹിണി നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ചന്ദ്രഭഗവാനെ പോയി കണ്ട് ആഴ്ചയിൽ ഒരു തവണ ചന്ദ്രന് ഫ്രൂട്ട്സ് കൊടുക്കാമെങ്കിൽ ഫ്രൂട്ട്സ്, ഇല്ലെങ്കിൽ നെയ്ദ്യം കൊടുക്കുവാണെങ്കിൽ 9 നവഗ്രഹങ്ങൾക്ക് മാത്രം കൊടുക്കുക. പിന്നെ ഈ പറയുന്ന കരിക്കിൻ്റെ അഭിഷേകം ചന്ദ്രഭഗവാന് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആഴ്ചയിൽ പോയി ചന്ദ്രഭഗവാനെ കരിക്കിൻ്റെ അഭിഷേകം ചെയ്യുമ്പോഴത്തേക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് ആഴ്ചയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ കൂടി വരും. അതായത് നമ്മൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് നമുക്ക് സമ്പത്തുണ്ടാവുന്നതാണ് അല്ലേ. അപ്പോൾ സാമ്പത്തികപരമായ രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ തന്നെ ഈ ആഴ്ച ചെയ്യുമ്പോഴത്തേക്ക് മാറ്റം ഉണ്ടാകും. ഒപ്പം തന്നെ അവരുടെ സൗന്ദര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത് രോഹിണി നക്ഷത്രക്കാർ സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും എവിടെയെങ്കിലും പോകുമ്പം 10-20 പേര് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ഇല്ലെങ്കിൽ അറിയാൻ മേലാത്ത ആൾക്കാർ നമ്മുടെ അടുത്ത് വർത്തമാനം പറയാനും സൗഹൃദങ്ങൾ പുതുക്കാനും ഒക്കെ നമ്മൾ എവിടെ പോയാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വശ്യകാര്യങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്കുണ്ടോ. ഈ വശ്യം കൊണ്ട് നമുക്ക് ജോലിയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഒരു ഉദാഹരണത്തിന് ഒരു LIC ഏജൻ്റ് ആകട്ടെ, ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സംബന്ധമായിട്ട് ജോലിക്ക് പോകുന്നവർക്ക് നിങ്ങൾ പൈസ ചോദിക്കുന്നവർക്ക് പൈസ സംബന്ധമായ സഹായങ്ങൾ കിട്ടും. ഒപ്പം തന്നെ നിങ്ങൾ പിരിവ് സംബന്ധമായ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഗുണങ്ങൾ കിട്ടും, നിങ്ങൾക്ക് പൈസകൾ കിട്ടും. ഒപ്പം തന്നെ രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാഹന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് വിജയം കിട്ടും. ഒരു ഉദാഹരണത്തിന് രോഹിണി നക്ഷത്രം ഒരു കാർ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാർ ഒരു തടസ്സവും കൂടാതെ അവർക്ക് സാമ്പത്തിക ലാഭം, ഒപ്പം തന്നെ സാമ്പത്തികം നാലാഭാഗത്തിൽ നിന്നും കടം ചോദിക്കുമ്പോൾ ആൾക്കാർ ഇവർക്ക് തീർച്ചയായിട്ടും രോഹിണി നക്ഷത്രക്കാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ചന്ദ്രഭഗവാനെ തീർച്ചയായിട്ടും പ്രീതിപ്പെടുത്തണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 2 നില മാളിക, ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആഡംബരമായിട്ട് ജീവിക്കാനുള്ള സമ്പത്ത് ഈശ്വരൻ തരുകയും ചെയ്യും. ഒപ്പം തന്നെ സാമ്പത്തിക ലാഭവും കിട്ടും. എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് സഹായം കിട്ടുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. അപ്പോൾ നിങ്ങളുടെ ചിരിയിൽ എല്ലാവരും മതിമറന്നു പോകും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.